ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ശരി, ഇവിടെ വന്ന് ഋതുമോളെ ശല്യപ്പെടുത്തുമായിരുന്നല്ലേ? ഏയ്, ഇവിടെ ഒരു ശല്യമില്ല. ഞങ്ങൾ ഒരു തമാശയും പറഞ്ഞിരിക്കായിരുന്നു. ഏയ്, മോളത് വെറുതെ പറയുക. ഐഷു വാ, ഋതു ആന്റിക്ക് ഒത്തിരി ജോലിയുണ്ട്. ആന്റി ഫ്രീ ആവുമ്പോ മോളെ വിളിക്കും. മോൾ എണീറ്റ് വാ. അല്ല പ്രിയച്ചി, മോള് വാ, നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയുവാ. ജോലിയൊക്കെ കഴിയുമ്പോ ആന്റി വന്ന് മോളെ വിളിക്കും. ഇവിടെ എന്താ? ഇവള് വന്ന് ഋതുമോളെ ഡിസ്റ്റർബ് ചെയ്യുക. എനിക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല. ഋതുമോളെ എനിക്കറിയില്ലേ. ഐഷു വന്ന് വാ. എന്താ മോളെ, വർക്കിലൂടെ കൂടുതലാണോ? ഇല്ല രാധമേ, രാധമ്മയോട് ഋതുമോള് നുണ പറയില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്താ രാധമേ? അല്ല, ഇതൊന്നും ചോദിക്കുന്നത് ശരിയല്ല. അവരവര് തീർക്കേണ്ട പ്രശ്നമാ. എന്നാലും രാധമ്മയ്ക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത്? ചോദിക്കേ. മോളും രാജുവും തമ്മില് ചില ദിവസങ്ങളായിട്ട് പിണക്കത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യയും ഭർത്താവും തമ്മില് അത്യാവശ്യ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ നല്ലതാണെന്നാ എന്റെ അഭിപ്രായം. അതും മനസ്സിന്റെ സൗന്ദര്യം കൂട്ടുമെന്ന് ഇന്നാൾ അമ്പലത്തിലൊരു സ്വാമി പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ അത് അന്തി ഉറങ്ങുന്നതിന് മുമ്പ് തീർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മോളെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാ ഏറ്റവും ശക്തമായ ബന്ധം. അത് പരസ്പര സ്നേഹത്തിലൂടെ മാത്രമേ നിലനിൽക്കൂ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. ആ സ്നേഹത്തിലൂടെയാ ഒരു കുടുംബം നിലനിൽക്കുന്നത്. പിന്നെ നിങ്ങൾ കളങ്കമില്ലാത്ത പിള്ളേരാ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. ആരെങ്കിലും ഒരാൾ ക്ഷമിക്കാൻ തയ്യാറാവണം. അപ്പ തീരും മോളെ പ്രശ്നം. പിണക്കങ്ങൾ നീട്ടിക്കൊണ്ടുപോയാ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പരസ്പരം സ്നേഹിക്കാനുള്ള സമയമാ. സ്നേഹത്തെക്കാൾ വലിയൊരു മരുന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്കണം. അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. എനിക്ക് രാജുവിനെ ഇഷ്ടമാണെന്നും രാജുവിനെ മറന്ന് എനിക്കൊരു ജീവിതമില്ലെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ അമ്മ പറഞ്ഞിട്ട രാജു എന്നെ കല്യാണം കഴിച്ചത്. അപ്പോ രാജുവിന് എന്നോട് സ്നേഹമില്ലെന്നല്ലേ അതിനർത്ഥം? ഒരാള് മാത്രം മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ മാരേജ് ലൈഫ്. രാജുവിന് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് തെളിയും വരെ ഈ പിണക്കം തുടരും. എന്നെ ഇഷ്ടമാണെന്ന് രാജു തുറന്നു പറയട്ടെ. പറയണം.